എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേസിക് കുക്കിംഗ് സീരീസിലെ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസമാണ് നമ്മളിന്ന് കാണിക്കുന്നത്. നമ്മളിതിന് മുൻപ് തക്കാളി രസവും അതുപോലെ തന്നെ പുളി രസവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു രസമാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്ന രീതിയും കുറച്ച് വ്യത്യസ്തമാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ഇടികല്ലിലേക്കോ മിക്സിയുടെ ചെറിയ ജാറിലേക്കോ 2 ടീസ്പൂൺ ചതച്ച വറ്റൽമുളകാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ 2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ വേണ്ടത് 6 അല്ലി വെളുത്തുള്ളിയാണ്. കുറച്ച് വലുതായിട്ടുള്ള അല്ലികളാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയോ ചെറിയ ഉള്ളിയോ ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല. വെളുത്തുള്ളിയും ബാക്കി സാധനങ്ങളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മളൊരു 1/2 കപ്പ് തുമര അല്ലാന്നുണ്ടെങ്കിൽ മസൂർ ദാൽ ഏതായാലും കുഴപ്പമില്ല, 1/2 കപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മാങ്ങയാണ്. ഇതൊരു വിളഞ്ഞ മാങ്ങയാണ്. വിളഞ്ഞ മാങ്ങ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പച്ച മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല. പകരം നിങ്ങൾക്ക് പുളി ചേർത്താലും മതി. പുളി എടുക്കുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. പുളി ഇപ്പം തന്നെ ചേർത്തിട്ട് നമുക്ക് ബാക്കി ഉപ്പും അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. രസം എന്ന് പറയുമ്പോൾ കുറച്ച് നീണ്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 3.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വെള്ളം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു 2 വിസിൽ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് 2 വിസിൽ വെക്കേണ്ടത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ വഴറ്റലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് വളരെ ഈസിയാണ് ഈ രസം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ 2 വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിൽ മാങ്ങ ഉണ്ട്, അതിൽ നാരുണ്ടാകും, പിന്നെ നമ്മൾ പരിപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് താഴേക്ക് ഒന്ന് ആക്കുക. രസത്തിൽ കഷ്ണങ്ങളോ അങ്ങനെ കുറുകിയല്ല ഇരിക്കുന്നത്, രസം കുറച്ച് നീണ്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതിലെ കഷ്ണങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പോൾ എല്ലാം നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് അതിൻ്റെ സത്തൊക്കെ നമ്മൾ താഴേക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രസം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോൾ രസത്തിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ രസം ഒന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ നിങ്ങൾക്ക് ഇങ്ങനെ മുഴുവനെ ഇല്ലെങ്കിൽ പൊടി ചേർത്താലും മതി. കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കായം ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കായം, പിന്നെ കറിവേപ്പില. ഇത്രയും കൂടെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. നല്ല രുചികരമായിട്ടുള്ളൊരു രസമാണിത്. വെറുതെ കുടിക്കാനും മാങ്ങയുടെ ടേസ്റ്റും ആ പുളിയുമൊക്കെ ആകുമ്പോൾ നല്ല രുചികരമായിട്ടുള്ളൊരു രസമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ ബേസിക് കുക്കിംഗ് സീരീസിലെ റെസിപ്പികളെല്ലാം കണ്ടു നോക്കുക. നമ്മൾ ഇന്നലെ ഒരു സിമ്പിളായിട്ടുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്